സുനിൽ ഐസക് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സുനിൽ, ഒരു കാര്യം വ്യക്തമാണ്, ഒരു നടപടി വരാൻ പോകുന്നു എന്നത്. അത് പുറത്താക്കും എന്ന് തന്നെയാണ് എന്നാണ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ മനസ്സിലാക്കിയതും റിപ്പോർട്ട് ചെയ്തതും. അതിൽ മാറ്റമൊന്നും ഉള്ളതായി ഇപ്പോഴും സൂചനകളില്ല. പക്ഷെ അതെപ്പോൾ, ആ നടപടി എപ്പോൾ വരുന്നു എന്നൊരു ചോദ്യമുണ്ട്. വി.ഡി. സതീശൻ ഇന്ന് സംസാരിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അദ്ദേഹം അതിൽ നിന്ന് കുറേയൊക്കെ ഒഴിഞ്ഞു മാറുന്ന നിലയിൽ ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ കർശനമായി തന്നെ അദ്ദേഹം പാർട്ടിക്ക് ഒരു പോറലും ഏൽക്കാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തിയുണ്ടായി. ഇതിൽ നിന്നുകൂടി വായിച്ചെടുക്കേണ്ടത് ഒരുപക്ഷെ പൂർണ്ണമായും രാഹുലിനെ തള്ളിക്കഴിഞ്ഞു എന്ന് തന്നെയല്ലേ? എന്തായിരിക്കും, എപ്പോഴായിരിക്കും ആ തീരുമാനം? പ്രമോദ്, കെ മുരളീധരന്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ കൃത്യമായൊരു ധാരണയുണ്ട്. ഇന്നലെ രണ്ട് തരത്തിലാണ് പരാതികൾ പോകുന്നത്. ഒന്ന് ദേശീയ നേതൃത്വത്തിനും ഒന്ന് സംസ്ഥാന നേതൃത്വത്തിനും. പരാതി കിട്ടിയതിന് പിന്നാലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ എന്ത് നടപടിയെടുത്തുവെന്ന് സംസ്ഥാന നേതാക്കളോട് ആരാഞ്ഞിരുന്നു. മാത്രമല്ല, ദീപാദാസ് മുൻഷി ഇവിടെ കേരളത്തിലുണ്ട്. അവരും ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കെ.സി. വേണുഗോപാലും സംസ്ഥാന നേതാക്കളുമായി ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി സംസാരിച്ചിരുന്നു. വി.ഡി. സതീശൻ, പ്രതിപക്ഷ നേതാവ്, അതുപോലെ കെ.പി.സി.സി. അധ്യക്ഷൻ രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ വിഷയത്തിൽ ആശയവിനിമയം നടത്തുകയും ഒടുവിൽ രാഹുൽ ഇനി പാർട്ടിയിൽ വേണ്ട, പുറത്താക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ ഇന്ന് രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലോ അല്ലെങ്കിൽ അതിനു മുൻപോ പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു കോൺഗ്രസിന്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്ന വിവരം. അതനുസരിച്ചാണ് നമ്മൾ അത്തരത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. പക്ഷേ ആ തീരുമാനത്തിൽ നിന്ന് ചെറിയ തോതിലൊരു പിന്നോക്കം പോക്ക് ആ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ തീരുമാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പിന്നോട്ട് പോക്ക് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല. ആ തീരുമാനം നടപ്പിലാക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇപ്പോൾ നേരത്തെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനം അനുകൂലമാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ പാർട്ടി നേതൃത്വം അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ അതിന് കാത്തു നിൽക്കേണ്ട കാര്യമില്ല. പകരം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാം, രാഹുലിന് പാർട്ടിയിൽ വേണ്ട. അതിന് പല കാരണങ്ങൾ നേതാക്കൾ പറയുന്നുണ്ട്. അത് മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ഈ വിഷയത്തിൽ വലിയ എതിർപ്പുണ്ടാവുന്നുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 1-ാം ഘട്ടം 9-ാം തീയതിയാണ്. അതിന് ദിവസങ്ങൾ മാത്രമാണ്, വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ആ സമയത്ത് സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന നിരവധിയായ വിവാദങ്ങളുണ്ട്. സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിവാദങ്ങൾ, പാർട്ടി നേതാക്കൾക്ക് അതുമായുള്ള ബന്ധം, പത്മകുമാറും കടകംപള്ളിയുമുള്ള അടക്കമുള്ള ആളുകളിലേക്ക് ആ സ്വർണ്ണക്കൊള്ള തിരിച്ചുവിടേണ്ട കാര്യമുണ്ട്. അതിന്റെ ആരോപണങ്ങളുടെ മുന തിരിച്ചുവിടേണ്ട സമയമായിട്ടുണ്ട്. മാത്രമല്ല, സർക്കാർ വിരുദ്ധ നിലപാടുകൾ, സർക്കാർ വിരുദ്ധ വികാരങ്ങൾ ഒരുപാട് ഉയർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്, ഒരു സമയമാണ്. അതൊന്നും പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ചർച്ചകൾ പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടം എന്ന ഒരൊറ്റ വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു. അത് പാർട്ടിക്ക്, മുന്നണിക്ക് ഗുണം ചെയ്യില്ല എന്ന് കൃത്യമായ നിലപാടുണ്ട്. അത്തരമൊരു വിലയിരുത്തലിലേക്ക് മുന്നണി നേതാക്കൾ അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. ലീഗ് അടക്കമുള്ള പ്രധാനപ്പെട്ട കക്ഷികളൊക്കെ ഈ വിഷയത്തിൽ അവരുടെ അതൃപ്തി നേതാക്കളെ അറിയിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിന് ഇനിയും രാഹുലിനെ സംരക്ഷിക്കണമെന്നൊരു ചോദ്യമുണ്ട്. സ്വാഭാവികമായും ഒരുപക്ഷെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ രാഹുലിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തും. അധിക കാലം, അധിക നേരം രാഹുലിന് ഒള്ളിയിടത്തിൽ ഇങ്ങനെ താമസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അത് പക്ഷേ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് അറസ്റ്റ് ഉണ്ടാകുന്നതെങ്കിൽ അതും പ്രതിസന്ധിയാകുമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ പാർട്ടിയുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ ഒരു ഡെമോക്രസിന്റെ വാള് പോലെ നിൽക്കുന്ന രാഹുലിനെ എടുത്തു മാറ്റാമെന്നൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി എത്തിയതാണ്. അതിന്റെ വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന തലയ്ക്ക് മേലെ തൂങ്ങി നിൽക്കുന്ന വാള് അഴിച്ചു മാറ്റുക എന്ന തീരുമാനത്തിലേക്ക്, ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുക എന്ന കെ മുരളീധരന്റെ അടവിലേക്ക് പാർട്ടി എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ സമയം മാത്രമാണ് ഇനി അറിയാൻ.